ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസ്ഡസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 6th പേജാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഹരിഹർ ദേർ തക് മഹൻജി കി ബാത്തേ സുൻതേ രഹേ. അതായത് ഹരിഹർ കാക്ക എന്ത് ചെയ്തു, ഒരുപാട് സമയം വൈകി മഹൻജിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. മഹൻജി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഹരിഹർ കാക്ക. ദേർ തക്ക് എന്ന് പറഞ്ഞാൽ വൈകി എന്നുള്ളതാണ്. ഒരുപാട് വൈകി അതായത് ഒരുപാട് നേരം വരെ മഹൻജി പറയുന്നതും കേട്ട് ഹരിഹർ കാക്ക വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. മഹൻജി കി ബാത്തേം ഉൻകെ മൻമേ ബാഠ്തി ജാ രഹി ഥി. മഹൻജിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുടികൊള്ളുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് ബാഠ്തി ജാ രഹി ഥി എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു മഹൻജിയുടെ വാക്കുകൾ. പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ടീക് ഹി തോ കഹ് രഹേ ഹേ മഹൻജി. അപ്പം ഹരിഹർ കാക്കയ്ക്ക് തോന്നി മഹൻജി പറയുന്നതെല്ലാം ശരിയാണെന്ന്. കോൻ കിസ്കാ ഹെ, ആരുടേതാണ്, അതായത് ഈ ലോകത്ത് ആരും ഇല്ല എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു മഹൻജി പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അപ്പം കോൻ കിസ്കി ഹെ. 15 बीघे खेत की फसल भाइयों के परिवार को देते हैं तब तो कोई पूछता नहीं, अगर कुछ ना दे तब क्या हालत होगी. അതായത് ഹരിഹർ കാക്ക ചോദിക്കുകയാണ്, സ്വയം മനസ്സിൽ ചോദിക്കുകയാണ്, 15 ഹെക്ടർ വയൽ കുടുംബത്തിൻ്റെ പേരിൽ സഹോദരന്മാരുടെ കുടുംബത്തിൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ ആരും ഒന്നും തന്നെ ചോദിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ കൊടുക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? 15 बीघे खेत की फसल भाइयों के परिवार को देते हैं तब तो कोई पूछता नहीं, अगर कुछ ना दे तब क्या हालत होगी. उनके जीवन में तो यह स्थिति है, मरने के बाद कौन उन्हें याद करेगा. അപ്പം നമ്മുടെ ജീവിതത്തിലെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഉൻകെ ജീവൻ മേത്തോ യഹ് സ്ഥിതി ഹെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ മർനെ കെ ബാദ് കോൻ ഉന്നെ യാദ് കരേഗ, മരിച്ചു കഴിഞ്ഞിട്ട് ആര് നമ്മളെ ഓർക്കാനാണ്. സീധേ സീധേ ഉൻകെ ഖേത് ഹഡപ് ജായെങ്കെ. പതിയെ ആ സ്ഥലം, ആ 15 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് എന്ത് ചെയ്യും, അവർ തട്ടിയെടുക്കും. ഠാക്കുർജി കെ നാം ലിഖ് ദേങ്കെ തോ പുഷ്തോം തക് ലോഗ് ഉന്നെ യാദ് കരേങ്കെ. ഠാക്കുർജിയുടെ പേരിൽ ആ സ്ഥലം എഴുതി വെക്കുകയാണെങ്കിൽ പുഷ്തോം എന്ന് പറഞ്ഞാൽ ജനറേഷൻസ് എന്നാണ്. അപ്പം അടുത്ത തലമുറ, വരും തലമുറകൾ മുഴുവനും അത് എഴുതി കൊടുത്ത ആളെ ഓർത്തിരിക്കും. അബ് തക് കെ ജീവൻ മേ തോ ഈശ്വർ കെ ലിയെ ഉന്നോനെ കുച്ച് നഹി കിയ. ഇതുവരെയുള്ള ജീവിതത്തിൽ ഈശ്വരന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അന്തിം സമയത്തോ യഹ് ബഡാ പുണ്യ കമാലെ. ജീവിതത്തിൻ്റെ ഈ ഒരു അവസാന നിമിഷമെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു പ്രായം ആയിട്ടിരിക്കുന്ന ഈ ഒരു സമയത്തെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യാം. ലേക്കിൻ യഹ് സോച്ച്തേ ഹുവേ ഭി ഹരിഹർ കാക്ക കാ മുഹ് ഖുൽ നഹി രഹാ ഥാ. പക്ഷേ ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴും ഹരിഹർ കാക്കയുടെ ആ മുഖത്തിന് പ്രത്യേകിച്ചൊരു തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മുഹ് ഖുൽ നഹി രഹാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്നില്ല എന്നാണ് സത്യത്തിൽ. അതായത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും അദ്ദേഹം പറഞ്ഞില്ല, ഒരു പ്രത്യേകിച്ചുള്ള റിയാക്ഷനും ഒന്നും തന്നെ വന്നില്ല. ഭായി കാ പരിവാർ തോ അപ്പനാ ഹി ഹോത്താ ഹെ. ഭായി അല്ലെങ്കിൽ സഹോദരൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റേതും കൂടിയാണ്. ഉൻകോ നാ ദേക്കർ ഠാക്കുർ ബാരി മേ ദേ ദേന ഉൻകെ സാത്ത് ധോക്ക ഓർ വിശ്വാസഘാത് ഹോഗ. അപ്പം അവർക്കത് കൊടുക്കാതിരിക്കുന്നത്, സഹോദരൻ്റെ കുടുംബത്തിന് ആ ഒരു 15 ഹെക്ടേഴ്സ് ഓഫ് ഖേത്ത് കൊടുക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് ഉൻകെ സാത്ത് ധോക്ക ഓർ വിശ്വാസഘാത് ഹോഗ, അവരോട് ചെയ്യുന്ന ചതിയോ അല്ലെങ്കിൽ വഞ്ചനയോ ഒക്കെ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ. ധോക്ക എന്ന് പറഞ്ഞാൽ പറയണ്ടേ, ഒരു പാപം എന്നൊക്കെ പറയാറില്ലേ, അതാണ്. പിന്നെ വിശ്വാസഘാതം എന്ന് പറഞ്ഞാൽ വിശ്വാസവഞ്ചന, അവരെ ചതിച്ചു എന്നുള്ളൊരു ഇതിലേക്ക് ആയിപ്പോവും എന്നാണ് പറയുന്നത്. അപ്പം ഹരിഹർ കാക്കയ്ക്ക് സത്യത്തിൽ പേടിയാണ്, കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അവർ
എന്താ ഇത്രയും നാളും ഒരു പ്രതീക്ഷിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ സത്യത്തിൽ ധോക്ക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അപായം, ഡേഞ്ചർ എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം എന്താ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പേടി കൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ധോക്ക ഓർ വിശ്വാസ്ഘാത് ഹോക, അതെന്താ കൊടുക്കാതിരുന്നാലുള്ള എന്താ അതിലൊരു അപായമുണ്ട്. അതായത് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ പ്രതീക്ഷ നമ്മൾ എന്താ അവസാനിപ്പിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾക്കല്ല, ഞാൻ ഠാക്കുർബാരിയുടെ പേരിലേക്ക് ഈ സ്ഥലം എഴുതി വെക്കുകയാണെന്ന് പറഞ്ഞാൽ അതിലൊരു അപകടമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉनको ना देकर ठाकुरबारी में दे देना उनके साथ धोखा और विश्वासघात होगा. अपनी बात समाप्त कर महन जी प्रतिक्रिया जानने के लिए हरिहर की और देखने लगे. അപ്പോൾ മഹൻജി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അപ്പനെ ബാത് സമാപ്ത് കർ മഹൻജി പ്രതിക്രിയ ജാനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഹരിഹർ കാക്കയുടെ റിയാക്ഷൻ, റെസ്പോൺസ് എന്താണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹരിഹർ കാക്കയെ ഒന്ന് നോക്കി. പ്രതിക്രിയ ജാനെ കെ ലിയെ ഹരിഹർ കാക്ക കി ഓർ ദേഖ്നെ ലഗെ. ഉനോനെ മൂസെ തോ കുച്ച് നഹി കഹ. അദ്ദേഹം എന്താ ഒന്നും പറഞ്ഞില്ല, വാതുറന്നൊന്നും പറഞ്ഞില്ല. ലേക്കിൻ ഉൻകെ ചെഹരെ കെ പരിവർത്തൻ ഭാവ മഹൻജി കി അനുഭവി ആഖോ സെ ചിപ്പേ നാ രഹ സക്കെ. പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്ന ഭാവമാറ്റം, ചെഹരയ്ക്ക് പരിവർത്തിത് ഭാവ്, ചെഹര എന്ന് പറഞ്ഞാൽ മുഖമാണ്, പരിവർത്തിത് ഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഭാവമാറ്റം ഉണ്ടാവുക നമ്മൾ പറയത്തില്ലേ. പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ് അല്ലേ. അപ്പം ഭാവത്തിന് വന്ന മാറ്റം മഹൻജിയുടെ എന്താ അനുഭവിയാക്കും, എന്താ ഇത്രയും അധികം എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും മറച്ചു വയ്ക്കാൻ. ചിപ്പേന രഹസക്കെ, ആർക്കാ, ഹരിഹർ കാക്കയ്ക്ക് എന്താ മഹൻജിയുടെ അനുഭവം ഉള്ള കണ്ണുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എന്താ ഭാവമാറ്റം മറച്ചു വയ്ക്കാനായിട്ട് സാധിച്ചില്ല. അപ്പനി സഫലത പർ മഹൻജി കോ ബഹുത് ഖുഷി ഹുയി. അപ്പം അദ്ദേഹം ചെയ്ത കാര്യം അല്ലേ, സഫലത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിനൊരു എന്താ അത് നല്ല രീതിയിൽ വന്നതിനെയാണ്, ഒരു റിസൾട്ട് ഉണ്ടാകുന്നതിനെയാണല്ലോ സഫലത എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം വിചാരിച്ച കാര്യത്തിൽ എന്താ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അദ്ദേഹത്തിന് അവിടെ കാണാൻ പറ്റി. അപ്പോൾ അതാണ് അപ്പനി സഫലത പർ മഹൻജി കോ ബഹുത് ഖുഷി ഹുയി. ഉനോനെ സഹി ജഗഹ് വാർ കിയാ ഹെ. എന്താ കറക്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. വാറെന്ന് പറഞ്ഞാൽ എന്താ ഒരു കറക്റ്റായിട്ടുള്ളൊരു അറ്റാക്കാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആര് വിചാരിക്കുന്നത്, നമ്മുടെ മഹൻജി വിചാരിക്കുന്നത്. ഉനോനെ സഹി ശരിയായിട്ടുള്ള ജഗഹ് ബാർ കിയാ ഹെ, ഞാൻ കറക്റ്റായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇസ്കെ ബാദ് ഉസി വക്ത് ഠാക്കുർബാരി കെ ദോ സേവകോം കോ बुलाकर आदेश दिया कि एक साफ सुथरे कमरे में पलंग पर बिस्तरा लगाकर उनके आराम का इंतज़ाम करें. അതായത് എന്താ പറയുന്നത്, അവിടെയുള്ള രണ്ട് ഠാക്കുർബാരിയുള്ള സേവകരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ഇസ്കെ ബാദ് ഉസി വക്ത്, അപ്പോൾ തന്നെ എന്താ ഇതിന് ശേഷം അപ്പോൾ തന്നെ ഠാക്കുർബാരിയിൽ സേവകരെ വിളിച്ചിട്ട് ഉപദേശം കൊടുത്തു. ഉപദേശം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ എക് സാഫ് സുഥേർ കമരെ, ഒരു ക്ലീൻ ആൻഡ് ടൈഡി റൂം എടുത്തിട്ട് എന്താ ചൂസ് ചെയ്തിട്ട് അവിടെ പലങ് എന്ന് പറഞ്ഞാൽ കട്ടിലാണ്, പലങ് പർ ബിസ്തര എന്ന് പറഞ്ഞാൽ ബെഡ്. ഓക്കെ, അപ്പം പലങ് പർ ബിസ്തര ലഗാക്കർ ഉൻകെ ആരാം കാ ഇന്തസാം കീജിയ, അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ആരെയാ, നമ്മുടെ ഹരിഹർ കാക്കയെ. കാരണം ഹരിഹർ കാക്ക വരുമെന്നുള്ളത് മഹൻജിക്ക് ഉറപ്പായിരുന്നു. फिर तो महंजी के कहने में जितना समय लगा था उससे कम समय में ही सेवकों ने हरिहर काका के मना करने के बावजूद उन्हें एक सुंदर कमरे में पलंग पर जा लिटाया. പിന്നെ എന്താ പറയുന്നത്, फिर तो महंजी के कहने में जितना समय लगा था, മഹൻജി ഇത് പറയാൻ വേണ്ടി എത്ര സമയം എടുത്തോ, ഉസ്സെ കം സമയമേ ഹി, അതിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സേവകോംനെ ഹരിഹർ കാക്കാക്കെ മനാ കർനെ കി ബാവജൂദ് ഉന്നെ ഏക് സുന്ദർ കമരെ മേ പലങ് പർ ജാ ലിഠായ. എന്തു പറ്റി, അതായത് സേവകോംനെ ഹരിഹർ കാക്കാക്കെ മനാ കർനേക്കെ, അതായത്
ഹരിഹർ കാക്ക വേണ്ട അല്ലേ, വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ആ ഒരു സ്വീകരണം നിരസിച്ചുവെങ്കിലും, ബാവജൂദ് എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നാണ്, മനാ കർണെ എന്ന് പറഞ്ഞാൽ എന്താ, ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. വേണ്ട എന്ന് പറഞ്ഞു. അപ്പം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എന്ത് പറ്റി, ഉന്നെ ഏക് സുന്ദർ കമരമേ പലങ് പർ ജാലിഠായ, അദ്ദേഹത്തിനെ നിർബന്ധിച്ച് എന്താ ഒരു നല്ല ഒരു ബെഡൊക്കെ വിരിച്ച ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കിടത്തി. ഓക്കെ. ഓർ മഹൻജി എന്താ പിന്നെ മഹൻജി എന്താ ചെയ്തത്, ഓർ മഹൻജി उन्हें पुजारी जी को यह समझ दिया कि हरिहर के लिए വിശേഷ് രൂപ് സെ ഭോജൻ കാ വ്യവസ്ഥ കരെ, അതായത് ഹരിഹർ കാക്കയ്ക്ക് എന്ത് കൊടുക്കണം, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം, എന്താ വിശേഷ് രൂപ് സെ ഭോജൻ, വളരെ വിശേഷപ്രദമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് പ്രത്യേകം അവരെ മനസ്സിലാക്കി. ഉन्होंने പൂജാരി जी को यह समझा दिया कि हरिहर के लिए विशेष रूप से भोजन की व्यवस्था करे, അതിനുള്ള എന്താ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളാനായിട്ട് പറഞ്ഞു. അതുപോലെ ഹരിഹർ കാക്കാക്കോ മഹൻജി एक विशेष उद्देश्य से ले गए थे, इसलिए ठाकुर बारी में चल पहल शुरू गई. അതായത് ഹരിഹർ കാക്കയെ മഹൻജി ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഠാക്കൂർ ബാരിയിൽ മൊത്തത്തിലൊരു എന്താ ഒരു ഒച്ചയും ബഹളവും, മൊത്തത്തിലൊരു ചഹൽ പഹൽ എന്ന് പറഞ്ഞാൽ അവർ ഒച്ച വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും ഒരു തിരക്കിലായിരുന്നു. അവിടെ എങ്ങനെയെങ്കിലും ഹരിഹർ കാക്കയെ കൺവിൻസ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഹരിഹർ കാക്കയെ എന്ത് ചെയ്യണം, ഇവിടെ പിടിച്ചു നിർത്തി എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഇവിടെ ഒന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇംപ്രസ് ചെയ്യിപ്പിച്ച് ഇവിടെ നിർത്തണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ. इधर शाम को हरिहर काका के भाई जब खलिहान से लौट तब उन्हें इस दुर्घटना का पता चला. അപ്പം ഇവിടെ എന്ത് പറ്റി, അതായത് ഹരിഹർ കാക്കയുടെ വീട്ടിൽ വൈകിട്ട് ഹരിഹർ കാക്കയുടെ എന്താ സഹോദരന്മാർ കളപ്പുരയിൽ നിന്നും തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു ദുർഘടന എന്ന് പറഞ്ഞാൽ ഈ ഒരു അപകടത്തെപ്പറ്റി അല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അപകടം തന്നെയാണ്. കാരണം എന്താ, അവർ ഹരിഹർ കാക്കയെ നോക്കുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് ആ സ്ഥലം വേണമായിരുന്നു അല്ലേ, അതുകൊണ്ടാണ്. അല്ലാതെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി അല്ല അല്ലേ, അവർക്ക് അങ്ങനെ ഒരു സ്വാർത്ഥത ഉള്ളത് കൊണ്ടാണ് ഇവിടെ ദുർഘടന എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് അവരപ്പോഴാണ് അറിഞ്ഞത്. പെഹലെ തോ അപ്പനി പത്നിയോ പർ വേ ഖൂബ് ബർസെ ഫിർ ഏക് ജഗഹ് ബൈഠ്കർ ചിന്താമഗ്ന ഹോ ഗയെ. ആദ്യം എന്ത് പറ്റി, ആദ്യം അവരുടെ ഭാര്യമാരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഖൂബ് ബർസെ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ട് അവർ എന്താ, ബർസെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ മഴ പെയ്യുക എന്നുള്ളതാണ്. അപ്പം ഖൂബ് ബർസെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മഴ പോലെ അവർ അത്രയും ദേഷ്യം അവരിൽ പ്രകടിപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഏക് ജഗഹ് ബൈഠ്കർ ചിന്താമഗ്ന ഹോ ഗയ്, അവരൊരു എന്താ മാറിയിരുന്നിട്ട് പോയി വളരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, ഒരു എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് അവർ ഒരു സ്ഥലത്ത് പോയി മാറിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്നു. ഹാലാങ്കി ഗാവ് കെ കിസി വ്യക്തിനെ ഭി ഉൻസെ കുച്ച് നഹി കഹാ ഥാ. സത്യത്തിൽ എന്താ അവരാലോചിച്ച എന്താണെന്ന് വെച്ചാൽ, ഗ്രാമത്തിലുള്ള ആരും തന്നെ ഈ ഒരു കാര്യത്തിനെ പറ്റി അവരോട് ഒന്നും തന്നെ പറഞ്ഞില്ല. മഹൻജീനെ ഹരിഹർ കാക്കാക്കോ ക്യാ ക്യാ സംശായ ഹെ ഇസ്കി ഭി ജാൻകാരി ഉനി നഹി ഥി. അതായത് മഹൻജി എന്തൊക്കെ സഹോദരനോട് പറഞ്ഞിട്ട്, ഹരിഹർ കാക്കയോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എന്തൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഈ ഒരു കാര്യത്തെ പറ്റിയും അവർക്ക് അറിയില്ല. लेकिन इसके बावजूद उनका मन എന്താ ശങ്കാലു ഓർ ബേചൈൻ ഹോ ഗയ. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം അവരുടെ മനസ്സ് എന്തായിരുന്നു, വളരെ എന്താ ഉൻക മൻ ശങ്കാലു എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, വളരെ എന്താ ആശങ്ക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ്. ബേചൈൻ എന്ന് പറഞ്ഞാൽ എന്താ ചിന്തകളാൽ അവർ ഇങ്ങനെ ക്ഷീണിക്കുക, റെസ്റ്റ്ലെസ് എന്നുള്ളതാണ് ബേചൈൻ്റെ അർത്ഥം. അപ്പം ഒരുപാട് ചിന്തിച്ചവർ എന്താ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് മാറി. ദരഅസൽ बहुत सारी बातें ऐसी होती है जिनकी जानकारी बिना बताए ही लोगों की मिल जाती है. സത്യത്തിൽ ആക്ച്വലി എന്താ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. बहुत सारी बातें ऐसी होती है, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ജിൻകി ജാൻകാരി ബിനാ ബത്തായേ ഹി ലോഗോം കോ മിൽ ജാത്തി ഹെ. അതായത് ഒന്നും തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ തന്നെ എന്താ ആൾക്കാർക്ക് എല്ലാം തന്നെ തന്നെത്താനെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഇൻസിഡൻസ്
നടക്കാറുണ്ട്. ഓക്കെ, അപ്പം ശ്യാം ഗഹരാത്തെ ഗഹരാത്തെ ഹരിഹർ കാക്കാക്കെ തീനോ ബായി ഠാക്കൂർ ബാരി പഹൂഞ്ചെ. അപ്പം സന്ധ്യയായിട്ടും ഒത്തിരി നേരമായിട്ടും കാണാതെ വന്നപ്പോൾ എന്തു പറ്റി? ശ്യാം ഗഹരാത്തെ ഗഹരാത്തെ ഹരിഹർ കാക്കാക്കെ തീനോ ബായി, എന്താ വൈകിട്ട് അല്ലെങ്കിൽ സന്ധ്യ മയങ്ങും തോറും എന്ത് ചെയ്തു? ഹരിഹർ കാക്കയെ കാണാനില്ല അല്ലേ. അപ്പം 3 സഹോദരന്മാരും ഹരിഹർ കാക്കയെ അന്വേഷിച്ച് ഠാക്കൂർ ബാരിയിലേക്ക് പുറപ്പെട്ടു. ഉन्होंने ഹരിഹർ കാക്കാക്കെ വാപ്പസ് ഘർ ചലനെ കെ ലിയെ കഹ. ഹരിഹർ കാക്കയോട് അവർ തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഇസെ പെഹലേക്ക് ഹരിഹർ കാക്ക കുച്ച് കഹത്തെ മഹൻജി ബീച്ച് മേ ആ ഗയെ. അപ്പം ഹരിഹർ കാക്ക എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ മഹൻജി പറയാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ, ആജ് ഹരിഹർ കോ യഹി രഹനെ ദോ, ബീമാരി സെ ഉഡാ ഹെ. ഇന്ന് ഹരിഹർ കാക്ക എന്തായാലും ഇവിടെ നിൽക്കട്ടെ, എന്താ ഒരു അസുഖം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുന്ന മനുഷ്യനാണ് അല്ലേ. അദ്ദേഹം ക്ഷീണിതനാണ്, ഒരു അസുഖം കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്, എഴുന്നേറ്റിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്നൊരു ദിവസം ഇവിടെ കിടക്കാനായിട്ട് അനുവദിക്കാനാണ് പറയുന്നത്. ഇസ്കാ മൻ അശാന്ത് ഹെ. അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താ ഒട്ടും തന്നെ പീസ്ഫുൾ അല്ല. ഈശ്വർ കെ ദർബാർ മേം രഹേംഗാ തോ ശാന്തി മിലേഗി. ഈശ്വരൻ്റെ സമീപത്ത്, ഈശ്വരൻ്റെ പ്രസൻസിൽ ഇവിടെ ഈ ഒരു ഠാക്കൂർ ബാരിയിൽ ഇന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തിന് കുറച്ച് ശാന്തി ലഭിക്കും അല്ലേ, കുറച്ച് സമാധാനം കിട്ടുമെന്നാണ് മഹൻജി പറഞ്ഞത്. ലേക്കിൻ ഉൻകെ ഭായി ഉനെ ഘർ ലേ ചലനെ കെ ലിയെ സിദ് കർനെ ലഗെ. പക്ഷേ അവരുടെ സഹോദരന്മാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാനായിട്ട് നിർബന്ധം പിടിച്ചു. സിദ് കർനെ എന്ന് പറഞ്ഞാൽ അവർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, വന്നേ പറ്റുള്ളൂ. ഇസ് പർ ഠാക്കൂർ ബാരിക്ക് സാധു സന്ത് ഉന്നെ സംചാനെ ലഗെ. അപ്പം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പൂജാരിമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. വഹാം ഉപസ്ഥിത് ഗാവ് കെ ലോഗോം ने भी कहा कि एक रात ठाकुर बारी में रह जाएंगी तो क्या हो जाएंगे. അപ്പോൾ അവിടെ ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള വില്ലേജിലെ മറ്റാൾക്കാർ, സാധാരണ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന വില്ലേജിലെ ആൾക്കാർ, അവിടെ കൂടി നിന്നവർ. ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് എന്നാണ് കേട്ടോ. അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാർ അവരും പറഞ്ഞു, ഇന്നൊരു ദിവസത്തേക്കിന് ഠാക്കൂർ ബാരിയിലൊന്ന് കിടക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? അന്തർ ഭായിയോം കോ നിരാശ് ഹോ വഹാം സെ ലൗട്ട്ന പട. അവസാനം എന്ത് പറ്റി? അവരുടെ ഹരിഹർ കാക്കയുടെ സഹോദരന്മാർക്ക് നിരാശയോടെ തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. എന്ത് പറ്റി? ഹരിഹർ കാക്ക അന്നൊരു ദിവസം രാത്രി ഠാക്കൂർ ബാരിയിൽ സ്പെൻഡ് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഹരിഹർ കാക്ക കൂടെ പോരാനായിട്ട് തയ്യാറായില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 6th പേജിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.